നമസ്കാരം. നവംബർ 6, 11 തീയതികളിൽ നടക്കുന്ന നവംബർ 14-ാം തീയതി ഫലം വരുന്ന ബീഹാർ തെരഞ്ഞെടുപ്പ് ഇന്ത്യയുടെ രാഷ്ട്രീയ ചിത്രത്തെ തന്നെ മാറ്റിമറിക്കാൻ പര്യാപ്തമായ ഒന്നാണ്. അതുകൊണ്ടാണ് അതേക്കുറിച്ച് ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത്. കാരണം കൃത്യമായ പ്രവചനങ്ങൾ അല്ല ഇതിൻ്റെ ഉദ്ദേശം. പ്രവചനം നടത്താൻ ഞാൻ രാഷ്ട്രീയ ജ്യോത്സ്യൻ അല്ല. പക്ഷെ സാഹചര്യങ്ങൾ വിലയിരുത്തി നിഷ്പക്ഷമായി എവിടെ നിൽക്കുന്നു ബീഹാറിൻ്റെ രാഷ്ട്രീയ മനസ്സ് ഇന്ത്യയെ ഏത് രീതിയിൽ സ്വാധീനിക്കും, അത് മലയാളിക്കും താല്പര്യമുള്ള വിഷയമായത് കൊണ്ട് ആ ടോപ്പിക്കിൽ സംസാരിക്കുന്നു. നോക്കൂ, രണ്ട് മുന്നണികൾ, രണ്ടും സുദൃഢമായ മുന്നണികളാണ്. ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ ബീഹാർ യൂണിറ്റ് നയിക്കുന്നത് നിതീഷ് കുമാർ എന്ന ജനതാദൾ യുണൈറ്റഡ് നേതാവ്. പക്ഷേ അവിടുത്തെ പ്രമുഖ കക്ഷി NDA മുന്നണിയിലേത് BJP ആണ്, സംഘടനാ ബലം കൊണ്ട്. അപ്പോൾ സീറ്റ് ധാരണ ഇപ്പോൾ ഏതാണ്ട് എത്തിയിരിക്കുന്നു NDA മുന്നണി ബീഹാറിൽ. അതിൻ്റെ സമയമാണിപ്പോൾ. 101 സീറ്റുകളിൽ വീതം BJPയും JDUവും മത്സരിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം വ്യത്യാസമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം കൂടുതൽ സീറ്റുകളിൽ BJP മത്സരിച്ചു. വളരെയധികം മെച്ചപ്പെട്ട സ്ട്രൈക്ക് റേറ്റോടുകൂടി 74 സീറ്റുകൾ നേടി. 120 ചിൽവാനം സീറ്റുകൾ മത്സരിച്ച് 74 സീറ്റുകൾ നേടി. പക്ഷേ ജനതാദൾ യുണൈറ്റഡ് മത്സരിച്ച സീറ്റുകളിൽ വിജയിച്ചത് വളരെ കുറവാണ്. 40 ചിൽവാനം സീറ്റുകളാണ് ജയിച്ചു വന്നത്. പക്ഷേ ഒരു മുഖ്യമന്ത്രിയായി ജൂനിയർ പാർട്ട്ണറായ താരതമ്യേന കുറവ് MLA-മാരെ ജയിപ്പിച്ചെടുത്ത നിതീഷ് കുമാറിന് മുഖ്യമന്ത്രി പദം വെച്ച് നീട്ടേണ്ടി വന്നു. ഇപ്രാവശ്യവും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിതീഷ് കുമാറിനെ തന്നെയാണ് വിത്തിൻ കോട്ട് തൽക്കാലത്തേക്കെങ്കിലും പ്രൊജക്റ്റ് ചെയ്യുന്നത്. പക്ഷേ എന്തുകൊണ്ട് ഈ രണ്ട് കക്ഷികളും BJPയും ജനതാദൾ യുണൈറ്റഡും കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കുറവ് സീറ്റുകളിലേക്ക് മത്സരിക്കാൻ മാറി? അതിനുള്ള ഉത്തരം, മറ്റൊരു കീ പ്ലെയറിനെ BJP വളർത്തിയെടുക്കുന്നുണ്ട്. അത് BJP നേതാവല്ല, മറിച്ച് മുൻ റെയിൽവേ മന്ത്രി കൂടിയായിരുന്ന റാം വിലാസ് പാസ്വാന്റെ പ്രമുഖ ദളിത് നേതാവാണ്. ഇന്ത്യ കണ്ട ഉജ്ജ്വലനായ ഒരു ദളിത് നേതാവാണ് റാം വിലാസ് പാസ്വാന്റെ ലോക് ജനശക്തി പാർട്ടി ഇന്ന് നയിക്കുന്നതിൻ്റെ ഒരു വിഭാഗത്തെ പ്രബല വിഭാഗത്തെ നയിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മകൻ ചിരാഗ് പാസ്വാനാണ്. ചിരാഗ് പാസ്വാൻ 5 MP-മാരുണ്ട് ചിരാഗ് പാസ്വാന്റെ ലോക് ജനശക്തി പാർട്ടിക്ക്. അതിൻ്റെ കൂടെ പിൻബലത്തിലാണ് കേന്ദ്ര സർക്കാർ നിൽക്കുന്നത്. നിതീഷ് കുമാറിൻ്റെ MP-മാരുടെ മാത്രം ബലത്തിലല്ല എന്നോർക്കണം. അപ്പം ചിരാഗ് പാസ്വാനെ അൺലീഷ് ചെയ്യുക, വലിയ രീതിയിൽ പ്രൊപ്പപ്പ് ചെയ്യുക. അങ്ങനെ ചിരാഗ് പാസ്വാന് കൂടുതൽ സീറ്റുകൾ, 29 സീറ്റുകൾ കൊടുക്കാൻ തയ്യാറായിരിക്കുന്നു. 40 സീറ്റൊക്കെയാണ് അവർ ചോദിക്കുന്നതെങ്കിലും 29 സീറ്റ്സ് കൊടുക്കാൻ തയ്യാറായിരിക്കുന്നു. അതിൽ ജയസാധ്യതയുള്ള മണ്ഡലങ്ങളാണ് പലതും. അങ്ങനെ ലോക് ജനശക്തി പാർട്ടി സാമാന്യം നല്ല സ്ട്രൈക്ക് റേറ്റോടുകൂടി നല്ല പ്രകടനം കാഴ്ചവെക്കാനുള്ള സാധ്യതയുണ്ട്. മറ്റൊരു പാർട്ടിയാണ് ജിതിൻ റാം മാഞ്ചിയുടെ പാർട്ടി, ഹിന്ദുസ്ഥാൻ അവാം പാർട്ടി. അവർ ചോദിച്ചത് 19 സീറ്റാണ്. 15എങ്കിലും ലഭിച്ചില്ലെങ്കിൽ തങ്ങൾ മത്സരിക്കില്ല എന്ന് മാഞ്ചി പറഞ്ഞു കളഞ്ഞു. ഇപ്പോൾ അവസാനം കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്ന BJP കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്ന പരമാവധി 6 സീറ്റാണ്. ചിലപ്പോൾ 1-2 കൂടെ കൊടുത്തെന്നിരിക്കാം. അപ്പോൾ ദളിത് ഫേസാണ് ജിതിൻ റാം മാഞ്ചിയും. പക്ഷേ ദളിത് മുഖമായി പ്രധാനമായി ഉയർത്തിക്കാട്ടുന്നത് ഭാവിയിലേക്കൊരു നിക്ഷേപം എന്ന നിലയിൽ ചിരാഗ് പാസ്വാനെയാണ്. അത് BJPയുടെ തന്ത്രമാണ്. എന്തുകൊണ്ട് ഞാൻ BJPയുടെ തന്ത്രമെന്ന് പറയുന്നു? ഞാൻ 4 കക്ഷികളെക്കുറിച്ച് പറഞ്ഞല്ലോ. ജനതാദൾ യുണൈറ്റഡ്, ഭാരതീയ ജനതാ പാർട്ടി, ചിരാഗ് പാസ്വാന്റെ ലോക് ജനശക്തി ആൻഡ് മാഞ്ചിയുടെ ഹിന്ദുസ്ഥാൻ അവാം പാർട്ടി. ഈ 4 പാർട്ടികളും ചേർന്നതാണ് ദേശീയ ജനാധിപത്യ സഖ്യം. അതിൽ ഏറ്റവും കൂടുതൽ സീറ്റ് ലഭിക്കാൻ സാധ്യത ഭാരതീയ ജനതാ പാർട്ടിക്കാണ്, കഴിഞ്ഞ പ്രാവശ്യത്തേതുപോലെ തന്നെ. അങ്ങനെയെങ്കിൽ ഇപ്രാവശ്യം നിതീഷ് കുമാറിന്റെ ടാലി കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കുറഞ്ഞിരിക്കുകയും എന്നാൽ മൊത്തത്തിൽ ഭൂരിപക്ഷം ലഭിക്കുകയും ചെയ്താൽ ഉറപ്പായി ഒരു BJP മുഖ്യമന്ത്രിക്ക് വേണ്ടിയുള്ള കരുനീക്കങ്ങൾ നടത്തും. വേണ്ടി വന്നാൽ നിതീഷ് കുമാറിൻ്റെ പാർട്ടിയെ പിളർത്തിയാണെങ്കിൽ പോലും, വേണമെങ്കിൽ നെടുക പിളർത്തിയാണെങ്കിൽ പോലും ജനതാദൾ യുണൈറ്റഡിനെ ഭൂരിപക്ഷം ലഭിക്കാൻ സാധിക്കുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ NDA-യിലെ സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ സീറ്റ് ഷെയറിംഗ്. അതാണ് ഒരു വശം. അതുകൊണ്ട് BJPക്ക് മഹാരാഷ്ട്രയിൽ ജൂനിയർ പാർട്ണറായി തുടങ്ങി, ശിവസേനയുടെ ജൂനിയർ പാർട്ണറായി തുടങ്ങി, പിന്നീട് ശിവസേനയ്ക്ക് മുകളിൽ മഹാവടവൃക്ഷമായി പടർന്ന് പന്തലിച്ച BJP നമ്മൾ കണ്ടു. ഇപ്പോൾ മുഖ്യമന്ത്രി ഫഡ്നാവിസാണ്, BJP നേതാവാണ്. സമാനമായ
ഒരു പ്ലോട്ട് ബീഹാറിൽ ഒരുങ്ങുന്നു. അതുകൊണ്ടാണ് നിതീഷ് കുമാർ കഴിഞ്ഞ പ്രാവശ്യം 2-3 പ്രാവശ്യങ്ങളിൽ കളം മാറി ചവിട്ടിയതും മറുകണ്ഠം ചാടിയതും വീണ്ടും തിരിച്ചെത്തിയതും എല്ലാം ചേർത്ത് വായിക്കുമ്പോൾ ഇനി ഒരു അംഗത്തിന് ബാല്യം നിതീഷിനില്ല എന്നുകൂടി ഓർക്കുമ്പോൾ വളരെ ട്രിക്കിയാണ് ബീഹാറിലെ NDAയുടെ അവസ്ഥ. ഇത് വിജയപരാജയങ്ങളെക്കുറിച്ച് മാത്രമല്ല, ഇത് ഞാൻ തന്ത്രങ്ങളെക്കുറിച്ചാണ്. NDA ക്യാമ്പിനുള്ളിലെ തന്ത്രങ്ങളുടെ ഒരു വിശകലനം മാത്രമായിരുന്നു ഇത്. അതവിടെ നിൽക്കട്ടെ. ഇനി ഇന്ത്യ മുന്നണിയിലേക്ക് വരാം. അവിടുത്തെ ബീഹാറിലെ ഇന്ത്യ മുന്നണിയെ നമ്മൾ വിളിക്കുന്നത് ഇന്ത്യ മുന്നണി എന്നല്ല, മഹാഗഠബന്ധൻ, ഒരു കൂട്ടുകെട്ട്. ഗഠബന്ധൻ കൂട്ടുകെട്ടാണല്ലോ. ഈ കൂട്ടുകെട്ടിൽ പ്രമുഖ കക്ഷി ലാലു പ്രസാദ് യാദവിൻ്റെ രാഷ്ട്രീയ ജനതാദൾ ആണ്. അദ്ദേഹത്തിൻ്റെ മകൻ, പ്രിയപുത്രൻ തേജസ്വി യാദവ് നയിക്കുന്ന പാർട്ടി. അദ്ദേഹത്തിന് പുത്രിമാരുമാണ്. മറ്റൊരു പുത്രൻ തേജ് പ്രതാപ് യാദവ് എന്ന ഒരു പുത്രനുണ്ട്. അദ്ദേഹം ഇപ്പോൾ കുടുംബ വഴക്കിനെ തുടർന്ന് കുടുംബത്തിൽ നിന്നും മാറി നിൽക്കുന്നു. ഭാവി ലാലുവിൻ്റെ രാഷ്ട്രീയ പിന്തുടർച്ചാവകാശം തേജസ്വി യാദവിൽ വന്നു ചേർന്നു. അതുപോലെ ബീസ ഭാരതി, അതുപോലെ മറ്റൊരു സിസ്റ്റർ, ഇവരൊക്കെ 2 സഹോദരിമാരുമുണ്ട്. അവരും രാഷ്ട്രീയത്തിൽ സജീവമാണ്. പക്ഷേ ഫാമിലിയിൽ കാര്യങ്ങൾ അത്ര ഭദ്രമല്ല എങ്കിൽ പോലും തേജസ്വി യാദവിന് തന്നെയാണ് മുൻതൂക്കം. ഇപ്പോഴിതാ RJDയിൽ ചില പ്രശ്നങ്ങൾ പൊങ്ങിയിരിക്കുന്നു. അത് മാത്രമല്ല, തേജസ്വി യാദവിനെതിരെയുള്ള ചില അഴിമതി കേസുകൾ പൊങ്ങി വരുന്നു. എപ്പോഴും ലാലുവിനെതിരെയുള്ള കേസ് പൂരം നടക്കുന്ന സമയത്താണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നടത്തിയത്. അവിടെ ഒറ്റക്കക്ഷി ഭരിക്കാൻ സാധിച്ചില്ല എങ്കിലും ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായത് 75 സീറ്റോടുകൂടി രാഷ്ട്രീയ ജനതാദളാണ് എന്ന് ഓർക്കണം. അതുകൊണ്ട് തേജസ്വി യാദവിന് ഒരു മാഗ്നറ്റിക് പേഴ്സണാലിറ്റി ഉണ്ട് എന്നത്, അതായത് ബീഹാറികളെ ഉദ്ദീപിപ്പിക്കുന്ന എന്തോ ഒരു മാഗ്നറ്റിസം തേജസ്വി യാദവിനുണ്ട്. തൻ്റെ പിതാവായ ലാലു പ്രസാദ് യാദവിനുള്ളതിന് സമാനമായ രീതിയിൽ ഒരു ജനങ്ങളെ ആകർഷിക്കുന്ന ഒരു കാന്തിക ശക്തി ഉണ്ട് എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം. അതിൻ്റെ പിന്നിൽ പ്രത്യയശാസ്ത്രമോ നീതിബോധമോ ഒന്നും തന്നെയല്ല, അഴിമതി വിരുദ്ധതയോ ഒന്നും തന്നെയല്ല. അഴിമതിയുടെ ആൾരൂപം തന്നെയാണ് RJDയുടെ പല നേതാക്കളും. ഇതറിയാത്തത് കൊണ്ടല്ല. പക്ഷേ വോട്ട് ഈസ് വോട്ട്. അതിന് പിന്നിൽ ജാതി സമവാക്യങ്ങളാണ്. നോക്കൂ, RJDയുടെ വിജയത്തിന് പിന്നിൽ, അല്ലെങ്കിൽ RJDയുടെ സാമാന്യം നല്ല പെർഫോമൻസിന് പിന്നിൽ എന്താണ്? അത് കൃത്യമായ ജാതിയാണ്. ഈ 2 പ്രധാനപ്പെട്ട വിഭാഗങ്ങൾ, യാദവ വിഭാഗം OBC, മുസ്ലിം വിഭാഗം മുസ്ലിം OBC. ഈ യാദവ് മുസ്ലിം ചേർന്ന് കഴിഞ്ഞാൽ അതാണ് ആ പാർട്ടിയുടെ നട്ടെല്ല്, അടിസ്ഥാനം എന്ന് വേണമെങ്കിൽ പറയാം. ഏതാണ്ട് 38% ബീഹാർ ജനസംഖ്യയിൽ. എല്ലാ യാദവരും ഒരുപക്ഷെ RJDക്ക് വോട്ട് ചെയ്യില്ല, എല്ലാ മുസ്ലിംസും ഒരുപക്ഷെ RJDക്കോ കോൺഗ്രസിന് വോട്ട് ചെയ്യില്ല. ഇപ്പോൾ കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന നല്ലൊരു മുസ്ലിംസ് ഉണ്ട്. RJDക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം, RJDയുടെ മുസ്ലിം പിന്തുണയുടെ ഒരു നല്ല ഭാഗം രാഹുൽ ഗാന്ധിയിൽ ആകൃഷ്ടരായി കോൺഗ്രസിലേക്ക് മാറുന്നു. മുന്നണിക്കുള്ളിൽ തന്നെയാണ് എങ്കിൽ പോലും അത് RJDക്ക് ചെറിയ അലോസരം ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കോൺഗ്രസിന്റെ സീറ്റ് വിഹിതം കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച് 70 സീറ്റിൽ മത്സരിച്ച് കേവലം 19 സീറ്റിൽ മാത്രമാണ് കോൺഗ്രസ് ജയിക്കാൻ കഴിഞ്ഞത് 2020 തെരഞ്ഞെടുപ്പിൽ. ഇപ്പോൾ അതുകൊണ്ട് കോൺഗ്രസിന് പരമാവധി 58 സീറ്റാണ് വെച്ച് നീട്ടിയിരിക്കുന്നത്. RJD 60 ആയി നിൽക്കും എന്ന പ്രതീക്ഷയാണ്. ഒരു കാലത്തും 70 സീറ്റിൽ കോൺഗ്രസിന് മത്സരിക്കാൻ ആവില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞു. അപ്പൊ കോൺഗ്രസിന് ടാലി കുറയുന്നു. RJDയുടെ സീറ്റിന് എണ്ണവും കുറഞ്ഞിരിക്കുന്നു. RJD 135 സീറ്റിൽ മത്സരിക്കുന്നു എന്നാണ് ഇപ്പോഴത്തെ കണക്ക്. അപ്പോൾ പിന്നെ മറ്റ് സീറ്റുകളിൽ ആരാണ്? 29 സീറ്റോളമാണ് ഇപ്പോൾ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ തീവ്ര വിഭാഗമായ CPI-ML. ഈ ML സ്വല്പം സജീവമാണ്. അവിടെ CPM-നേക്കാൾ CPI-യേക്കാൾ വളരെ സജീവമാണ്. കഴിഞ്ഞ തവണ 12 സീറ്റുകൾ ജയിച്ചു വന്നതാണ് 19 സീറ്റിൽ മത്സരിച്ച്. ഇപ്രാവശ്യം ഒരു 20 സീറ്റ് ആത്യന്തികമായി ആ പാർട്ടിക്ക് നീക്കിവെക്കാനുള്ള സാധ്യതയുണ്ട്. 5-6 സീറ്റുകൾ പരമാവധി CPI-ക്കും CPM-നും ചേർന്ന് വിജയസാധ്യതകൾ 1-2 സീറ്റുകൾ ഉൾപ്പെടെ. അപ്പം ഇന്ത്യ മുന്നണിയിൽ കാര്യമായ സീറ്റ് തർക്കങ്ങൾ ഒന്നും ഇതുവരെ സംഭവിച്ചില്ല. പക്ഷേ ആത്യന്തികമായി ചില പൊട്ടിത്തെറികൾ ഉണ്ടാകാൻ സാധ്യത തള്ളിക്കളയാനാവില്ല. കാരണം സീറ്റ് ഷെയർ കംപ്ലീറ്റ് ആയിട്ടില്ല. ഇവിടെ വിഷയം വിജയസാധ്യതയുള്ള സീറ്റുകളിൽ ആണോ കോൺഗ്രസ് പാർട്ടി മത്സരിക്കുന്നത്. കോൺഗ്രസിന് ലഭിക്കുന്ന 58-60 സീറ്റുകളിൽ വീണ്ടും 18-19 സീറ്റാണ് ജയിക്കാൻ സാധ്യത എങ്കിൽ കോൺഗ്രസിന്റെ ഉയർത്തെഴുന്നേൽ, പ്രത്യേകിച്ച് വോട്ട് അധികാർ യാത്ര ഉൾപ്പെടെ രാഹുൽ ഗാന്ധി ഉയർത്തിയ ഒരു വലിയ ഒരു പ്രതീക്ഷയുണ്ട്. അത് ബീഹാറിലെ ചില ആളുകളെങ്കിലും അത് നെഞ്ചിലേറ്റി. കുറെ പേരെ സംബന്ധിച്ചിടത്തോളം ഇത് വെറും ബോഗസ് മാത്രമാണ്, ഇത് വെറും ഒരു കുത്തിത്തിരിപ്പ് മാത്രമാണ്. അതിന്റെ സത്യാവസ്ഥ എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, ഈ യോഗങ്ങൾക്കൊക്കെ ആൾക്കൂട്ടം ഉണ്ടായി എന്നത് വാസ്തവമാണ്. ആൾക്കൂട്ടം ഉണ്ടായത് എപ്പോഴും വോട്ടാകണമെന്നില്ല. അതെന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. പക്ഷേ RJD, കോൺഗ്രസ്, CPI-ML, CPI, CPM, അതുപോലെ JMM, ഈ കക്ഷികളെല്ലാം ചേർന്ന മഹാഗഠബന്ധൻ,
ഗഠബന്ധൻ ശക്തമായ പോരാട്ടം തന്നെയാണ് കാഴ്ചവെക്കുന്നത്. അപ്പം രണ്ട് വശത്തും ഇപ്പോൾ ലാലുവിൻ്റെ ഫാമിലിക്കെതിരെ, പ്രത്യേകിച്ച് തേജസ്വി യാദവിനെതിരെ ഇപ്പോൾ ഉയർന്നു വന്ന പുതിയ അഴിമതി ആരോപണങ്ങൾ, എപ്പോഴും കേന്ദ്ര സർക്കാരിൻ്റെ ഏജൻസികൾക്ക് ഇത് ഒരു ടൈമിങ്ങിൽ, തെരഞ്ഞെടുപ്പ് സമയത്ത് അൺലീഷ് ചെയ്യാമല്ലോ. പക്ഷെ അതൊക്കെ വലിയ പ്രഭാവം ചെലുത്തുമെന്ന് കരുതാനാവില്ല. കാരണം ലാലുവിനെതിരെയും തേജസ്വി യാദവിനെതിരെ തന്നെയും മുൻപും സമാനമായ ആരോപണങ്ങൾ തെരഞ്ഞെടുപ്പ് സമയത്തുണ്ടായിട്ടുണ്ട്. ആത്യന്തികമായി ബീഹാർ ഫലം നിശ്ചയിക്കുന്നത് മൂന്നാമതൊരു വ്യക്തിയായിരിക്കും എന്നാണ് പറയപ്പെടുന്നത്. ആ വ്യക്തിയുടെ പേര് പ്രശാന്ത് കിഷോർ. അദ്ദേഹം ബീഹാറിലെ അരവിന്ദ് കെജ്രിവാളാണ്. കൃത്യമായി അങ്ങനെ പറയാനാവില്ല എങ്കിൽ പോലും വികസന രാഷ്ട്രീയം മാത്രമാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ബീഹാർ ഒരിക്കലും ഡൽഹി പോലെ ആവില്ല എന്നറിയാം. ഡൽഹി ഈസ് 100% കോസ്മോപൊളിറ്റൻ. എല്ലാ ഭാഗത്തെയും ആളുകൾ വരുന്നതാണ്. അപ്പോൾ പ്രൈമോഡിയൽ ലോയൽറ്റീസ് കുറവായിരിക്കും. ജാതിയുടെയോ മതത്തിൻ്റെയോ ഒക്കെ പ്രഭാവം മറ്റ് സംസ്ഥാനങ്ങളിലെ പോലെ, പ്രത്യേകിച്ച് ബീഹാറിലെ പോലെ ഉണ്ടാവാൻ സാധ്യതയില്ല. പക്ഷേ ബീഹാറിൽ കൃത്യമായ ജാതി സമവാക്യങ്ങൾ നിൽക്കുകയാണ്. RJDയും കോൺഗ്രസും ചേരുന്ന സഖ്യം മുസ്ലിം യാദവ് കോമ്പിനേഷനിൽ പ്രതീക്ഷ അർപ്പിക്കുന്നു. അവിടുത്തെ ഒരു ഫിക്സ്ഡ് വോട്ട് ബാങ്ക് ഉണ്ട്, മുസ്ലിം യാദവ് വോട്ട് ബാങ്ക് ഉണ്ട്. അതിനോടൊപ്പം ചെറിയ വിഭാഗം ദളിതുകളുടെയും, കാരണം ഉത്തർപ്രദേശിൽ മുലായം സിംഗിൻ്റെ പാർട്ടി അല്ലെങ്കിൽ അഖിലേഷ് യാദവിൻ്റെ പാർട്ടി അഡോപ്റ്റ് ചെയ്തൊരു കാര്യമുണ്ട്. എല്ലാ കാൻഡിഡേറ്റ്സിനെയും, യാദവ് മുസ്ലിം കാൻഡിഡേറ്റ്സിനെ അല്ല നിർത്തിയത്. നല്ലൊരു പങ്ക് യാദവിതര OBCകളെയും നല്ല പങ്ക് ദളിത് കാൻഡിഡേറ്റ്സിനെയും ഉത്തർപ്രദേശിൽ വിന്യസിച്ചതുകൊണ്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 80 സീറ്റിൽ 40 ചില്ലുവാനം സീറ്റുകളിൽ വിജയിച്ചു വരാൻ കഴിഞ്ഞത്. ആ ഉഗ്രമായൊരു ഫോർമുലയാണ്. സമാനമായൊരു ഫോർമുല ബീഹാറിൽ പരീക്ഷിക്കാൻ ലാലുവിൻ്റെയും തേജസ്വിയുടെയും പാർട്ടി തയ്യാറാവുമോ? കോൺഗ്രസ് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഇതും ഒരു ചോദ്യചിഹ്നമാണ്. അതുകൊണ്ട് അഴിമതി അല്ല ഇവിടെ വിഷയം, മറിച്ച് ജാതിയാണ്. ആ ജാതി തിളച്ചുമറിയുന്ന, ജാതി കോമരങ്ങൾ ഉറഞ്ഞു തുള്ളുന്ന ബീഹാറിലേക്കാണ് വികസനം എന്ന മുദ്രാവാക്യവുമായി പ്രശാന്ത് കിഷോർ എന്ന തന്ത്രജ്ഞൻ വരുന്നത്. 2014 BJPയുടെ വൻ വിജയത്തിന് നരേന്ദ്രമോദിയുടെ ആദ്യ ഊഴം സംഭവിപ്പിച്ചതിന് പിന്നിലെ അതിബുദ്ധിമാൻ തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോർ കൂടിയായിരുന്നു. അത് മാത്രമല്ല BJPയുടെ നെറ്റ്വർക്കും അതിനകത്ത് പ്രവർത്തിച്ചു. അത് തള്ളിക്കളയാനാവില്ല. അതിനുശേഷം മമതാ ബാനർജിയെ ബംഗാൾ രണ്ടാമതും ജയിപ്പിച്ചെടുക്കാൻ സാധിച്ചത് പ്രശാന്ത് കിഷോറിന്റെ തന്ത്രമാണ്. അപ്പോൾ പല തെരഞ്ഞെടുപ്പുകളിലും ഉപയോഗിച്ച തന്ത്രം താൻ സ്വന്തമായി രൂപീകരിച്ച, ഒരു വർഷം മുൻപ് രൂപീകരിച്ച ജൻ സുരാജ് പാർട്ടിക്ക് വേണ്ടി ഉപയോഗിക്കാൻ കഴിയുമോ? അദ്ദേഹം പിടിക്കുന്ന വോട്ടുകൾ ആരുടേതാവും? അതുകൂടി പറയണമല്ലോ. എന്നാൽ മാത്രമല്ലേ നമുക്ക് ചിത്രം ക്ലിയർ ആകൂ. രണ്ട് മുന്നണികളും സമാസമം നിൽക്കുമ്പോൾ പിന്നീട് സംഭവിക്കുന്നത് എന്താണ്? മുന്നാക്ക ജാതികളുടെ വോട്ടുകളുടെ ഒരു വിഭാഗം പ്രശാന്ത് കിഷോറിലേക്ക് വരും. അദ്ദേഹത്തിന് ജയിക്കാനാവില്ല. അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് പരമാവധി 10 സീറ്റ് ലഭിച്ചേക്കാം. അദ്ദേഹത്തിന് ജനപിന്തുണയുണ്ട്. അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയായി ചൂണ്ടിക്കാണിക്കുന്ന ഒരു 10-20% ആൾക്കാരുണ്ട് ബീഹാറിൽ. പക്ഷേ അതുപോരല്ലോ, അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ് എന്ന് പറയുന്നതുകൊണ്ട് കാര്യമില്ലല്ലോ. ഇത് പാർലമെന്ററി സമ്പ്രദായമല്ലേ. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് ഗ്രാസ് റൂട്ട് ലെവലിൽ പ്രവർത്തകരുണ്ടോ, അടിസ്ഥാന സൗകര്യങ്ങളുണ്ടോ, അതുപോലെ കേഡർ നെറ്റ്വർക്ക് ഉണ്ടോ എന്നതാണ്, സംഘടനാ സംവിധാനമുണ്ടോ എന്നതാണ് പ്രധാനം. അതിപ്പോഴത്തെ നിലയിൽ RJDയുടെ പോലെയോ BJPയുടെ പോലെയോ ജനതാദൾ യുണൈറ്റഡിന്റെ പോലെയോ ഇല്ല എന്നത് വാസ്തവമാണ്. അതുകൊണ്ട് വിജയസാധ്യതയില്ല. പക്ഷേ RJDയുടെ വോട്ട് ബാങ്കിൽ നിന്നല്ല പ്രശാന്ത് കിഷോർ വോട്ട് കട്ട് ചെയ്യുന്നത്, മറിച്ച് BJPയുടെയും JDUവിൻ്റെയും വികസന വോട്ട് ബാങ്കിൽ നിന്നാണ് പ്രശാന്ത് കിഷോർ വോട്ട് കട്ട് ചെയ്യാൻ പോകുന്നത്. അതൊരു വിഭാഗം. പക്ഷേ ഈ അടുത്ത സമയത്ത് RJDയും കോൺഗ്രസും വലിയ തോതിൽ യൂത്തിനെ ആകർഷിക്കുന്നുണ്ട്. അപ്പോൾ പ്രശാന്ത് കിഷോറിൻ്റെ മറ്റൊരു കോൺസ്റ്റിറ്റ്യുവൻസി യൂത്താണ്. ഇപ്പം ജാതിക്ക് മതത്തിനൊക്കെ അതീതമായി, ഇപ്പം യാദവ് മുസ്ലിം ഒന്നുമല്ല, യൂത്ത് എന്ന കോൺസ്റ്റിറ്റ്യുവൻസി, യൂത്തിൻ്റെ പ്രത്യേകിച്ച് ആദ്യം വോട്ടവകാശം ലഭിക്കുന്ന 18-20 വയസ്സുള്ള ചെറുപ്പക്കാർ, അവരുടെ വോട്ടാണ് പ്രശാന്ത് കിഷോർ പ്രതീക്ഷിക്കുന്നത്. ഇനി മറ്റൊരു സാധ്യത കൂടി തള്ളിക്കളയാനാവില്ല. രണ്ട് കക്ഷികളും 243 അംഗ നിയമസഭയിൽ ഏതാണ്ട് തുല്യമായ രീതിയിൽ NDA മുന്നണിയും മഹാഗഠബന്ധനും വന്നു കഴിഞ്ഞാൽ ഒരു 10 സീറ്റുമായി കളം നിറയുന്നത് ഒരു പക്ഷേ പ്രശാന്ത് കിഷോറിൻ്റെ പാർട്ടി ആയിരിക്കാം. അങ്ങനെയെങ്കിൽ ആര് ഭരിക്കുമെന്ന് നിശ്ചയിക്കാനുള്ള ചുമതല പ്രശാന്ത് കിഷോറിൻ്റെ ജൻ സ്വരാജ് പാർട്ടിയിൽ വന്നു ചേർന്നാലും പൂർണ്ണമായി അത്ഭുതപ്പെടാനില്ല. അതുകൊണ്ട് ഇപ്പോൾ പല സർവേകളും പറയുന്നത് BJP മുന്നണിക്ക് ഒരു എഡ്ജുണ്ട് എന്ന നിലയിലാണ്. അത് മാറി മറിയാം. കാരണം പ്രശാന്ത് കിഷോർ ഫാക്ടർ പൂർണ്ണമായി ഡിസൈഫർ ചെയ്യാനൊക്കെയില്ല. ഒരു 10 മുതൽ 12 വരെ, 8 മുതൽ 12 വരെ പോപ്പുലർ വോട്ട് പ്രശാന്ത് കിഷോർ പിടിക്കാമെങ്കിൽ പ്രവചിക്കാനാവാത്ത രീതിയിൽ കാര്യങ്ങൾ മറിയും.
അതേസമയം ഒരു 4% താഴെയാണ് പ്രശാന്ത് കിഷോറിന്റെ പാർട്ടിക്ക് പിടിക്കാൻ കഴിയുന്നതെങ്കിൽ ഒരുപക്ഷെ അഭിപ്രായ സർവേകളിൽ ഇപ്പോൾ BJPക്കുള്ള മുൻതൂക്കം അല്ലെങ്കിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിനുള്ള മുൻതൂക്കം മുന്നോട്ട് പോകാനാവും. അതുമാത്രമല്ല, ദേശീയ ജനാധിപത്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി നിതീഷ് കുമാർ ആണെങ്കിലും നിതീഷ് കുമാർ തന്നെ മുഖ്യമന്ത്രിയാവും എന്ന് വിശ്വസിക്കുന്നവരുടെ എണ്ണം അനുദിനം കുറഞ്ഞു വരികയാണ്. മാത്രമല്ല, BJPക്ക് അങ്ങനെയെങ്കിൽ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ചൂണ്ടിക്കാണിക്കാനാവണം. അങ്ങനെ ഒരാളില്ല. അങ്ങനെ ഒരാൾ BJPക്ക് വൻ തലപ്പൊക്കമുള്ള ഒരു നേതാവ് ഉണ്ടായിരുന്നു, സുശീൽ കുമാർ മോദി. അദ്ദേഹം കഴിഞ്ഞ വർഷം മരിച്ചു. ഇപ്പോൾ അങ്ങനെ ഒരു നേതാവില്ല. അപ്പം അതുകൊണ്ട് തീർച്ചയായും കുഴഞ്ഞു മറിഞ്ഞ അതിസങ്കീർണമായ ഒരവസ്ഥയിലാണ് ബീഹാർ. എന്തുകൊണ്ട് ബീഹാർ സംസാരിച്ചു? നാളുകളിൽ കേരളം, തമിഴ്നാട്, 6 മാസത്തിനുള്ളിൽ ആസാം, പശ്ചിമ ബംഗാൾ, പോണ്ടിച്ചേരി ഈ സംസ്ഥാനങ്ങൾ തെരഞ്ഞെടുപ്പ് നടക്കും. അതിനു മുൻപുള്ള ഏക ഉരകല്ല് ബീഹാർ മാത്രമാണ്. അതുകൊണ്ടാണ് ബീഹാർ രാഷ്ട്രീയത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നത് നാളെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെയും ഇന്ത്യയുടെ പ്രാദേശിക രാഷ്ട്രീയത്തിലെയും ഒരു ദിശാസൂചികയായി കാണുന്നത് കൊണ്ടാണ് ബീഹാർ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് വീണ്ടും വീണ്ടും നമ്മൾ ആശങ്കപ്പെടുന്നത്.